കുഞ്ഞുങ്ങളുടെ സംസാരം വൈകിപ്പിക്കാൻ കാരണമാവുന്ന നിങ്ങൾ അറിയാതെ ചെയ്യുന്ന 10 തെറ്റുകളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അവർ ഒരു വാചകം പൂർണ്ണമാക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ആ വാചകം അവർക്ക് വേണ്ടി പൂർണ്ണമാക്കി കൊടുക്കുന്നു. അവിടെ നിങ്ങൾ അവരെ സഹായിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവരുടെ സംസാരത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കുഞ്ഞിനോട് വളരെ വേഗത്തിൽ സംസാരിക്കുന്നു. അവർക്ക് വേഗതയുള്ള ഒരു സംസാരമല്ല വേണ്ടത്, മറിച്ച് സമാധാനവും വേഗത കുറഞ്ഞ് വ്യക്തവുമായിട്ടുള്ള ഒരു സംസാരത്തിന്റെ ഇൻപുട്ടാണ്. സ്ക്രീൻ ടൈം വളരെ അമിതമായി ഉപയോഗിക്കുന്നത്. കാർട്ടൂണുകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംസാരിപ്പിക്കാൻ പഠിപ്പിക്കുന്നില്ല. അവർക്ക് വേണ്ടത് നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ ഇടപെടലുമാണ്. കുഞ്ഞിന്റെ ഓരോ വാക്കുകളും നിങ്ങൾ തിരുത്തി പറയിപ്പിക്കുന്നു. അത് കുഞ്ഞിന്റെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നു. നിങ്ങൾ കുഞ്ഞിനോട് അമിതമായി കുഞ്ഞുങ്ങളുടെ സംസാരം ഉപയോഗിക്കുന്നത്, അതായത് കുഞ്ഞുങ്ങളുടെ കൊഞ്ചിയുള്ള സംസാരം അമിതമായി ഉപയോഗിക്കുന്നത്, അവർ യഥാർത്ഥ വാക്കുകൾ കേൾക്കുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് തിരിച്ചു പറയാനും കഴിയില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ശബ്ദങ്ങളോടും അവർ പറയുന്ന കുഞ്ഞു വാക്കുകളോടും നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നു. നിശബ്ദത സംസാരിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന ഒരു ചിന്തയുണ്ടാക്കി അവർ സംസാരിക്കുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് മറുപടി പറയാൻ ആവശ്യത്തിനുള്ള സമയം കൊടുക്കാതിരിക്കുന്നുവെങ്കിൽ, സംസാരം എന്ന് പറയുന്നത് ഇരുവശങ്ങളിൽ നിന്നുള്ള ഒരു സംഭാഷണമാണ്. നമ്മൾ പറയുന്ന അതേ വേഗതയിൽ കൃത്യമായി മറുപടി പറയാൻ കുഞ്ഞുങ്ങൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അവർക്ക് ആവശ്യത്തിനുള്ള ഒരു സമയം കൊടുത്തില്ല എങ്കിൽ അവർ അവരുടെ മറുപടി പറയാതിരിക്കുകയും സംസാരത്തിൽ നിന്നും പിന്തിരിയുകയും ചെയ്യുന്നു. നിങ്ങളുടെ കുഞ്ഞിനെ മറ്റു കുട്ടികളുമായി താരതമ്യപ്പെടുത്തി പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നു. സംസാര ഭാഷാ വളർച്ചയിൽ വൈകലുണ്ടെന്ന് അറിഞ്ഞിട്ടും അവർ തനിയെ സംസാരിക്കും, ഒരു ദിവസം ഇത് ശരിയാവും എന്ന് പറഞ്ഞ് അതിലോട്ട് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഇരിക്കുന്ന ഒരു പാരന്റ് ആണെങ്കിൽ അത് അവരുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു. കുഞ്ഞിന്റെ ഇമോഷണൽ വേരിയേഷൻസ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു പാരന്റ് ആണെങ്കിൽ അത് അവരുടെ സംസാരത്തെ ബാധിക്കുന്നു. ഈ തെറ്റുകൾ നിങ്ങൾ അറിയാതെ ചെയ്തിരുന്ന ഒരു പാരന്റ് ആണെങ്കിൽ ഇനി ശ്രദ്ധിക്കുക. ഈ അറിവ് മറ്റുള്ള അമ്മമാർക്കായിട്ട് ഷെയർ ചെയ്യുക. ഹാവ് എ ഹാപ്പി പാരന്റിംഗ്.